ഒരു രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തുമാത്രം ധൈര്യമുണ്ടായിരിക്കണം ആ രാജാധികാരിക്ക്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ ധൈര്യം കാണിക്കണമെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കാണ് സാധിക്കുക, അല്ലെങ്കിൽ ഏത് മണ്ണിൽ നിന്നുകൊണ്ടാണ് അതിനൊരു ധൈര്യം ഉണ്ടാകുക? നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള ആ ഭരണാധികാരി ആരായിരിക്കണമെന്നാണ് നമ്മൾ ചോദിച്ചത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ഊഹിക്കാൻ പറ്റുന്നുണ്ട്? കഴിഞ്ഞ ദിവസം അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവ് മുനീർ പറഞ്ഞ വാക്കുകളൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അതിങ്ങനെയാണ് പറഞ്ഞതിൽ വലിയ തമാശയുണ്ട് കേട്ടോ. സ്വയം പല്ലിട കുത്തി നാറ്റിക്കുക എന്ന് പറയുന്നല്ലേ, അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിങ്ങനെയാണ്: പാകിസ്ഥാനൊക്കെ ഈ പൊടിക്കല്ല് കൊണ്ടുപോകുന്ന ഒരു പാട്ട വണ്ടി, ഇന്ത്യയാകട്ടെ ഒരു മേഴ്സിഡസ് കാർ. ആ പാട്ട വണ്ടി വന്നിട്ട് മേഴ്സിഡസ് കാറിലിടിച്ചാൽ ആർക്കാണ് പരിക്ക് പറ്റുക എന്നാണ് മുനീറിൻ്റെ ചോദ്യം. നല്ല ബെസ്റ്റ് ഉപമ. എന്തായാലും ആ ഉപമ ഗംഭീരമായിട്ടുണ്ട്. നമ്മളെ ഇന്ത്യക്കാരെ എന്തായാലും ഇന്ത്യയെ ഒരു മേഴ്സിഡസ് കാർ എന്നാണ്, നല്ല ബെസ്റ്റ് കാർ. മേഴ്സിഡസ് കാർ എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. പാകിസ്ഥാനെ ഭൂമിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഈ പാട്ടവണ്ടിയായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പൊടിക്കല്ലൊക്കെ കൊണ്ടുപോകാനുള്ള ചപ്പ് ചവറൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാട്ടവണ്ടിയായിട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പാട്ടവണ്ടിയാണെന്നും നിങ്ങളൊരു മേഴ്സിഡസ് കാറാണെന്നും അത് വന്ന് ഞങ്ങളെ ഇടിക്കാൻ വന്നാൽ പരിക്ക് നിങ്ങൾക്കാണ് പറ്റുക എന്നും പറഞ്ഞു വയ്ക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ ലോറിക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല, ഇനി പറ്റിയാൽ തന്നെ അതൊരു പാട്ടവണ്ടിയാണെന്ന് പുള്ളി ലോകത്തോട് വിളിച്ച് പറയാൻ ഒരുവിധം ഉളുപ്പ് വേണം കേട്ടോ. അയ്യോ, നമുക്ക് തന്നെ അങ്ങനെ തൊലി ഇതായി പോകും അങ്ങോട്ട്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ മൂപ്പര് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം ഇന്ത്യ ഈ അടുത്ത കാലത്താണോ ഓപ്പറേഷൻ സിന്ദൂർ വഴി അല്ല കുറ്റി കത്തിച്ചു ഇന്ത്യ. അപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാൻ പറഞ്ഞു ഒന്ന് മതിയാക്കൂ, ഒന്ന് നിർത്തുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ നിർത്തിക്കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ വലിയ വായിട്ടടിക്കാനായിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു പാട്ടവണ്ടിയാണ്, നിങ്ങളൊരു മേഴ്സിഡസ് കാറാണ്, ഞങ്ങളും നിങ്ങളും തമ്മിൽ മുട്ടിയാൽ നിങ്ങൾക്കായിരിക്കും നഷ്ടമുണ്ടാകുക എന്നാണ് പറഞ്ഞത്. കൂടാതെ പുള്ളി വേറൊരു കാര്യം കൂടെ പറഞ്ഞു: ഞങ്ങൾ ആണവരാജ്യമാണ്, ഞങ്ങളോട് കളിച്ചാൽ, ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നാൽ ഞങ്ങളോടൊപ്പം ഈ ലോകത്തിൻ്റെ പകുതിയും അങ്ങ് വീണു പോകും. അതൊരു ഭീഷണിയാണ് ലോകത്തിന് തന്നെ. ഇത് എവിടെ നിന്നാണ് ഈ മൂപ്പരത് പ്രസംഗിക്കുന്നത്? അമേരിക്കയുടെ മണ്ണിൽ നിന്ന്, ട്രംപിൻ്റെ നാട്ടിൽ നിന്ന്. അതിനുള്ള ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ്? അത് അമേരിക്ക കൊടുക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. അമേരിക്കയ്ക്ക് നമ്മളോടൊരു ഗർവുണ്ട്, ഒരു ദേഷ്യമുണ്ട്, ഒരു പകയുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 50% തിരുവ അതടിച്ചേൽപ്പിച്ചു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത തിരുവ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ട്രംപ് തമ്പുരാൻ ഏർപ്പെടുത്തി. അങ്ങനെ നമ്മളെ ശ്വാസം മുട്ടിക്കാന്ന് കരുതി. എന്താ കാര്യം? നമ്മളെ എണ്ണ അങ്ങ് റഷ്യയിൽ നിന്ന് ഇറക്കുകയാണ് അത്ര. അത് നിർത്തണം പോലും. ഈ ട്രംപ് തമ്പുരാൻ പറഞ്ഞാൽ നമ്മളങ്ങ് നിർത്തണം. അത് മോദി കേൾക്കണം. ഇവിടുത്തെ ഭരണാധികാരികൾ ഓച്ചാനിച്ച് നിൽക്കണം. അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അതാണ് പാകിസ്ഥാനെ ഇത് ആ മണ്ണിൽ നിന്ന്, അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ വീമ്പിളക്കാൻ ധൈര്യം കൊടുത്തിരിക്കുന്നത്. അത് ട്രംപ് കണ്ട് ഊറിച്ചിരിക്കുന്നുണ്ടാകും. അത് കണ്ട് മയങ്ങുന്നവരല്ല, പേടിക്കുന്നവരല്ല ഇന്ത്യക്കാരെന്നുള്ളത് നരേന്ദ്രമോദി അമേരിക്കയിലെ ട്രംപിനെ വിളിച്ചു പറയണം. അതാണ് അതിൻ്റെ ശരി. നിങ്ങൾക്കെന്താ തോന്നുന്നത്? അങ്ങനെ പറയണമെന്ന് തോന്നുന്നില്ലേ? എന്താ ഈ അമേരിക്കയ്ക്ക് ഈ പാകിസ്ഥാനോട് ഇത്ര സ്നേഹം എന്നറിയോ നിങ്ങൾക്ക്? പാകിസ്ഥാൻ്റെ വ്യാപാര ബന്ധങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റിലും അവിടുത്തെ മിക്ക കച്ചവടങ്ങളിലും നമ്മുടെ അമേരിക്ക വലിയൊരു പങ്കാളിയാണ്. വലിയ വ്യാപാര ബന്ധമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നല്ല സഖ്യകക്ഷി ഇന്ത്യയേക്കാൾ പാകിസ്ഥാനെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അരികു ചേർന്ന്, പാകിസ്ഥാൻ്റെ അരികു ചേർന്ന് നിൽക്കുന്നത്. നമുക്കൊരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു രാജ്യത്തിനോട് പ്രത്യേക ഒരു മമതയില്ല. എല്ലാവരും നമ്മുടെ മിത്രങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളോട് ഏറ്റുമുട്ടാൻ വന്നാൽ നമ്മൾ വെറുതെ വിടുകയുമില്ല എന്നുള്ളത് ലോകത്തിനോട് എക്കാലത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനിയും വിളിച്ച് പറയുക തന്നെ ചെയ്യും. റഷ്യ എന്ന് പറഞ്ഞാൽ
പതിറ്റാണ്ടുകൾ ഇന്ത്യയുമായി ബന്ധത്തിലുള്ളതാണ്. നമ്മൾ ആപൽഘട്ടങ്ങളിലൊക്കെ രക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ആ കാലത്ത് അമേരിക്ക പലപ്പോഴും ശത്രുപക്ഷത്താണെന്നുള്ളത് ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധ സമയത്ത് ഒരു യുദ്ധക്കപ്പൽ അയച്ചു കൊടുത്തു പാകിസ്ഥാനെ സഹായിക്കാൻ. പക്ഷേ നമുക്ക് അപ്പം അതിനും സഹായിച്ചു നിന്നത് റഷ്യയാണ്. വേറൊരു യുദ്ധക്കപ്പൽ അവിടെ നിന്ന് വിട്ടു. അങ്ങനെ അമേരിക്ക വിറച്ചു നിന്നു. അതേ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അവിടെ ഒരു ചടങ്ങിൽ പോയി ഇന്ത്യക്കെതിരെ വൃത്തികേട് സംസാരിക്കുകയാണ്. സ്വയം പാട്ടവണ്ടിയായും ഇന്ത്യയെ മെഴ്സിഡസ് കാറായും ഏറ്റുമുട്ടിയാൽ കൂട്ടിയിടിച്ചാൽ നിങ്ങൾക്കാണ് പരിക്കുണ്ടാവുക, നഷ്ടമുണ്ടാകുക, ഞങ്ങളത് വെറും പാട്ടവണ്ടിയാണ്. അതെന്തായാലും ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് നന്നായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.